ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ക്രിസ്മസൊക്കെ നന്നായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു കേട്ടോ. നമ്മുടെ ഓരോ ദിവസങ്ങളും നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ശ്രമിക്കുക. നമ്മൾ വിശേഷ ദിവസങ്ങളൊക്കെ ആഘോഷിക്കുക കേട്ടോ. അതായത് അതൊക്കെ ഓരോ പോസിറ്റിവിറ്റി ആയിരിക്കും നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ നേരത്തെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ആഘോഷിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഒന്നാമത് നമ്മളുടെ സിറ്റുവേഷൻ അങ്ങനെയാണ്, ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസൊക്കെയാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് പുറത്തായതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നിനും ഒരു ആഘോഷിക്കണം അങ്ങനെ ഒരു ഫീൽ തോന്നത്തില്ല. ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയാലും അല്ലെങ്കിൽ ഓണമോ എന്ത് വന്നാലും എപ്പോഴും ഉള്ളിൽ ഒരു വിഷമമായിരിക്കും എപ്പോഴും. കാരണം ഞങ്ങൾ ഒരുമിച്ചില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം അത് എപ്പോഴും ഉണ്ട്. അതെല്ലാ പ്രവാസികളുടെയും ഭാര്യമാർക്ക് ഉള്ള ഒരു അവസ്ഥ തന്നെയാണ്. എനിക്ക് നന്നായിട്ട് അറിയാം. മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ തന്നെ. അപ്പോൾ പക്ഷെ പിന്നെ അത് വീണ്ടും എന്നെ സങ്കടത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ ചുറ്റിനുള്ളവരോട് പറയും ഭയങ്കര വിഷമമാണ്, പുള്ളി കൂടെ ഇല്ല. അപ്പം അതൊക്കെ വലിയ കാര്യമാണോ എന്ന് ചോദിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ വിഷമിച്ചിരുന്ന് നമ്മൾ ആരോടെങ്കിലും സങ്കടം പറഞ്ഞാലും ചിലപ്പോൾ അത് കേൾക്കുന്ന ആൾക്കാർ നമ്മൾ ആ ഒരു വിഷമത്തിന് വാല്യൂ തന്നിട്ടുള്ള ഒരു റിപ്ലൈ ആണ് തരണം എന്നുള്ളതില്ല. അപ്പോൾ നമുക്ക് വീണ്ടും അത് വിഷമമാകത്തേയിടും. അതിന് ഭേദം നമ്മൾ നമ്മുടെ നല്ല നല്ല മൊമെൻറ്റ്സ് ലൈഫിൽ വരുന്നത് ചെറിയ രീതിയിലൊന്ന് ആഘോഷിച്ച് തുടങ്ങുക. ഇപ്പോൾ ഒരു ബർത്ത്ഡേ ഒക്കെ ആണെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അന്നും വിഷമിച്ചിരിക്കാതെ നമുക്ക് നമ്മളെ പോസിറ്റീവ് ആക്കുന്ന രീതിയിൽ നമുക്ക് ഭയങ്കരമായിട്ട് വലിയ രീതിയിൽ കൊണ്ട് ആഘോഷിക്കണം അങ്ങനെയൊന്നും അല്ല. നമുക്ക് നല്ല രീതിയിൽ അതിനെ സെലിബ്രേറ്റ് ചെയ്യാം. നമുക്ക് അതിൽ വഴി നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ്രേഷൻ ഉണ്ടാവണം. ഒരു വിഷമം ഉണ്ടാകരുത് ഒരിക്കലും. ആ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ എല്ലാ നല്ല ദിവസങ്ങളെയും പ്രത്യേകിച്ച് സ്പെഷ്യൽ ഡേയ്സിനെയൊക്കെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മാജിക് വേർഡാണ് കേട്ടോ. ആ ഒരു വേർഡിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ അതെന്നെ എത്രമാത്രം ഹെൽപ്പ് ചെയ്തു എന്ന് എനിക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ പറഞ്ഞത് എൻ്റെ പാസ്റ്റ് ലൈഫിൽ എനിക്ക് കുറേ അധികം പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരാളാണ്. ഞാനിങ്ങനെ ഒരുപാട് വിഷമിച്ചു അല്ലെങ്കിൽ എനിക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഏറ്റവും സത്യമായിട്ടുള്ള കാര്യമാണ്. അത് എൻ്റെ അനുഭവങ്ങൾ പറയുന്നത് എനിക്കൊരാളെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. അപ്പോൾ ഞാൻ ഇന്നലെയും വീഡിയോയിൽ പറഞ്ഞു, ഞാൻ ചെയ്തൊരു തെറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് മോശമായിട്ട് പെരുമാറി എന്നെ ഇൻസൾട്ട് ചെയ്താൽ നമ്മളെ വേദനകൾ തരുന്ന ആൾക്കാരോട് തന്നെ നമ്മൾ വീണ്ടും പോയി സങ്കടം പറയുക എന്നുള്ള അവസ്ഥയാണ് ഏറ്റവും വേദനാപരമായിട്ടുള്ളൊരു കാര്യം. അതാണ് കാരണം എനിക്ക് വേറെ ആൾക്കാരില്ല, എനിക്കൊരു ഫ്രണ്ട്സും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഒരു ലൈഫായിരുന്നതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ല. എന്നുവെച്ചാൽ ഇവൻ തിങ്ക് ചെയ്യാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഞാൻ എപ്പോഴും ഓരോ ദിവസവും പ്രശ്നങ്ങളിൽ അകപ്പെട്ട് വീണ്ടും അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ച് അതിലേക്ക് പോവാണ്. അപ്പോൾ എനിക്ക് വേറെ എന്ത് ചെയ്യണം എന്നറിയില്ല. പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ മെഡിറ്റേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമും കൂടിയായിരുന്നു. പക്ഷേ അതിന് മുന്നേ ഞാനൊരു സ്വിച്ച് വേർഡ് എഴുതി വെക്കുമായിരുന്നു. ആൻഡ് അത് എഴുതി വെച്ചെങ്കിലും ഞാനത് ചൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്കൊരു വിശ്വാസം കൊണ്ടുവരണം ആദ്യം. ഇതെന്ത് ചെയ്താലോ അതിൽ വലിയ കാര്യമൊന്നും ഇല്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുകയെന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ആയിപ്പോവും. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു വിശ്വാസം ഉണ്ടാവണം. ഞാനത് എപ്പോൾ വിശ്വസിച്ച് അതിനെ കൊണ്ടുവന്നോ എനിക്ക് അപ്പോഴൊക്കെ എൻ്റെ ലൈഫിൽ നല്ല നല്ല ചേഞ്ചസ് എനിക്ക് ഉണ്ടാവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു സ്വിച്ച് വേർഡാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. എന്ത് കാര്യം ചെയ്താലും വിശ്വസിച്ച് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒന്നാമത് ചിന്തിക്കുക, എൻ്റെ ലൈഫിൽ എനിക്കൊരു മാറ്റം എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഞാൻ വിചാരിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് എപ്പോഴും ചിന്തിക്കുക കേട്ടോ. അതായത് നമ്മുടെ ചുറ്റിനും ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ അവരാണ് ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെന്ന് അവരിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, മെഡിറ്റേഷൻ ഇരിക്കാൻ പറ്റുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ പല പല പ്രശ്നങ്ങളാണ് എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചാണ് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു സൊല്യൂഷൻ എടുക്കാതെ ഇത് തന്നെ ചിന്തിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ചില ദിവസങ്ങളിൽ നല്ല മിക്ക ദിവസങ്ങളിലും രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ ഏറ്റവും വലിയ മനോവിഷമവുമായിട്ട് എഴുന്നേറ്റിരുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഏറ്റവും വലിയ ഒരു എന്നെ സംബന്ധിച്ച് നമുക്ക് കിടന്നുറങ്ങാൻ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു റൂം അല്ലേ, അവിടെ എനിക്ക് ഭയങ്കര ഒരു കൺസെപ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു റൂം, അവിടെ എൻ്റെ സ്വപ്നങ്ങൾ, അതെൻ്റെ ഒരു പ്രൈവസി, അവിടെ ഞാൻ എഴുതി വെക്കുന്ന കാര്യങ്ങൾ, എൻ്റെ ബുക്സ്, അങ്ങനെയുള്ള കുറേ കൺസെപ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ അതൊക്കെ എനിക്ക് വന്നു ചേർന്നത് ഇപ്പോഴാണ്. അപ്പം നമുക്ക് നമ്മുടെ റൂമെന്നൊക്കെ പറയുന്നത് നമ്മൾ വേറെ എവിടെയൊക്കെ പോയാലും അവസാനം നമ്മുടെ റൂമിൽ വന്ന് കിടന്നിറങ്ങുമ്പോൾ ഉള്ളൊരു സമാധാനവും ഒരു സന്തോഷവും ഒരു സേഫ്റ്റി, അതൊക്കെ ഒരു വേറൊരു ലെവലാണല്ലേ. അത് ഞാൻ ഈ പറയുന്ന എത്ര പേർക്ക് അത് ആ രീതിയിൽ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ചില ആൾക്കാർക്ക് അങ്ങനെയുണ്ട്, എവിടെയൊക്കെ പോയാലും ഒരിടത്തും കിടന്നിറങ്ങാൻ ഇഷ്ടമില്ല, അവനവൻ്റെ വീട്ടിൽ സ്വന്തം റൂമിൽ വന്ന് കിടന്നുറങ്ങണം.
അപ്പോൾ എനിക്ക് ആ ഒരു രീതിയാണ്. അപ്പം എൻ്റെ കൺസെപ്റ്റ് അവിടെ നിന്ന് തുടങ്ങി. അപ്പം ഞാൻ എഴുന്നേൽക്കുമ്പം നമ്മൾ ഉണർന്നെഴുന്നേൽക്കുമ്പം എൻ്റെ ഒരു ദിവസത്തിൻ്റെ സ്റ്റാർട്ടിങ് ഇങ്ങനെ ആയിരിക്കണം. നേരത്തെ കുറച്ചാൽ എഴുന്നേറ്റ് ഉടനെ തന്നെ അടുക്കളയിലോട്ട് പോകുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അതാണ് ഏറ്റവും വലിയ കാര്യം എന്നാണ് നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിച്ചു വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല. എഴുന്നേറ്റാൽ ഉടനെ തന്നെ നമ്മളെ ഒന്ന് റെഡിയാക്കി എടുക്കാനുള്ള കുറച്ച് സമയം ഞാൻ നീക്കി വയ്ക്കാറുണ്ട്. എനിക്കിപ്പോൾ അതിന് പറ്റുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ ആഗ്രഹിച്ചിരുന്നത് അത് തന്നെയാണ്. എഴുന്നേറ്റാൽ ഉടനെ പാഞ്ഞു പോയി അടുക്കളയിൽ പോയി അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നതല്ല. നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നമ്മളുടെ ഒരു ദിവസവും നമ്മളെ ഒന്ന് റെഡിയാക്കാനും, അതായത് സെൽഫ് ലവിന് വേണ്ടി കുറച്ച് ടൈം കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നിങ്ങൾ ഒരിക്കലും രാവിലെ എഴുന്നേറ്റ് ഉടനെ ടി വിയിലെ ന്യൂസ് പേപ്പറോ ഒന്നും വായിച്ചുകൊണ്ടിരിക്കരുത്. ഏറ്റവും വലിയ നെഗറ്റീവ് അവിടെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഒഴിവാക്കുക. അപ്പോൾ എനിക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് രാവിലെ തന്നെ എഴുന്നേൽക്കുന്നത് ഭയങ്കര ടെൻഷൻ പിടിച്ച് ഭയങ്കര വിഷമത്തോടെ ആയിരിക്കും പലപ്പോഴും എഴുന്നേൽക്കുന്നത്. എന്നെൻ്റെ ലൈഫിലൊരു മാറ്റം ഉണ്ടാകും എന്നുള്ള കാര്യങ്ങൾ എനിക്ക് എൻ്റേതായിട്ട് ഇപ്പോൾ ഞാൻ ഓരോ ആഘോഷങ്ങൾ ഓരോ ദിവസങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ചില സമയം നമ്മൾ ഒരു ബർത്ത്ഡേ പോലും ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ, മക്കളുടെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് കുറ്റങ്ങൾ പറയുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ വേറെ ചില ഓണം അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ രീതിയിൽ ആഘോഷിക്കേണ്ട ഇത് വന്നിട്ടുണ്ടാകും. നമുക്കൊന്നൊരു അഭിപ്രായങ്ങളില്ലാതെ ആ ഒരു രീതിയിൽ എൻ്റെ ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മക്കളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് എനിക്ക് ഒരു ബർത്ത്ഡേ ആണെങ്കിൽ പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ ഓണമൊക്കെ എൻ്റെ മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ ഒരു ഫാമിലിയുടെ ആ ഒരു രീതിയിൽ ആഘോഷിക്കണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. എൻ്റെ അതൊക്കെ ഇപ്പോൾ ഞാൻ ചെയ്തു വരുന്നുണ്ടെന്നുള്ളതാണ്. അത് എപ്പോഴും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സിനോട്. നമ്മുടേതായിട്ടുള്ള ഒരു കിച്ചൺ, നമ്മുടെ ഒരു ബെഡ്റൂം എല്ലാം, പൂജാമുറി, ഇതൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അത് പൂജ നാമം ജപിക്കുന്ന ആ ഒരു ഏരിയ സ്പേസ്, അതൊക്കെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. ആൻഡ് അതൊക്കെ എനിക്ക് യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം പ്രപഞ്ചശക്തി എനിക്ക് തന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ്ലി ഇങ്ങനെ ആയെന്നൊന്നുമല്ല. എനിക്ക് ഞാൻ ആഗ്രഹിച്ചത് എന്താണോ കുറേയൊക്കെ എനിക്ക് നേടാൻ സാധിച്ചു എന്നുള്ളതാണ്. എൻ്റെ ഭയങ്കരമായിട്ടുള്ള ഞാനൊരു കുഴിയിൽ കിടന്നിരുന്ന ആ ഒരു കാര്യത്തിൽ നിന്നും കുറേയധികം റിക്കവറായി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആവാൻ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു മാജിക് വേർഡ് അല്ലെങ്കിൽ സ്വിച്ച് വേർഡ് എന്നൊക്കെ പറയാം, വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ കരഞ്ഞ് എനിക്ക് ഓരോ വിഷമങ്ങളൊക്കെ വന്നപ്പോൾ, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എന്താ, മറ്റുള്ളവർ നമ്മുടെ കൂടെ വേണം, നമ്മുടെ കൂടെ വേണം, നമ്മളുടെ അടുത്ത് നിൽക്കണം, അല്ലെങ്കിൽ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട ആളുകൾ തന്നെ പലപ്പോഴും നമ്മളെ വേദനിപ്പിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴായിരിക്കും നമുക്ക് കൂടുതലും വിഷമങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ എൻ്റെ പ്രഗ്നൻസി ടൈം, ആ ഒരു ടൈമിലൊക്കെ എനിക്ക് ഒത്തിരി മോശം സിറ്റുവേഷനിലൂടെയൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്. അത്രയും അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യം, കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് കുഞ്ഞിനും ഓരോ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് എന്നെ ഏറ്റവും. അപ്പോൾ അതും കൂടി ആയപ്പം എന്നെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഞാൻ തകർന്ന ഒരവസ്ഥയായിരുന്നു അത് കേട്ടോ. അതൊരാൾക്ക് മനസ്സിലാകുന്ന പോലും ഇല്ല എന്നുള്ളതാണ്. എൻ്റെ ആ ഒരു മാനസിക അവസ്ഥയോ മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളോ ഒന്നും ഒരാൾക്കും ഞാൻ പറയുന്നില്ല, മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ ആളുകളായിരുന്നു കൂടെയുള്ളത്. അതായത് വേറെ പലരും കാരണം ഞാൻ ഒരുപാട് വിഷമിക്കേണ്ടി വന്നു. അവർക്കൊന്നും അതിൽ ഒരു കുറ്റബോധമൊന്നുമില്ല. നമ്മളൊരു പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു ലേഡിയാണ്, നമ്മളോട് അങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ മറ്റുള്ളവരപ്പോൾ ആ ഒരു സമയത്ത് നമ്മളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യും അല്ലേ. അല്ലാതെ എപ്പോഴും നമുക്ക് ക്ഷമിച്ചിരിക്കാനൊന്നും പറ്റുകയില്ല. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് റിയാക്ട് ചെയ്താൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ കണ്ണീരിന് പോലും വില കിട്ടാത്ത ഒരു സമയം, അത് ഓരോരുത്തരുടെ ഒരു കഷ്ടകാല സമയമാണ്. അങ്ങനെ ഒരു സമയം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാനങ്ങനെ അത് പാസ് ചെയ്തെന്നുള്ള ഇപ്പോൾ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരും, എൻ്റെ പ്രഗ്നൻസി ഒരു ടൈം ഓർത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് ആ ഒരു ടൈമിൽ നിന്നൊക്കെ എനിക്ക് റിക്കവർ ആകാനും എല്ലാം എൻ്റെ ഒരുപാട് മോശം സിറ്റുവേഷനിൽ നിന്ന് എന്നെ റിക്കവർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരു മാജിക് വേർഡാണ് കേട്ടോ. അത് ഞാൻ എഴുതി കാണിക്കാം, പ്ലസ് ഞാൻ പറയുകയും ചെയ്യാം. നിങ്ങൾ വിശ്വസിച്ചത് ആ ഒരു സ്വിച്ച് വേർഡ് പറയുക. നമ്മുടെ മനസ്സിൽ ഒരാളോടും ദേഷ്യമോ വൈരാഗ്യമോ ഇതൊന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ കണ്ടിന്യൂസ്ലി ഹേർട്ട് ചെയ്യുന്ന, ഇൻസൾട്ട് ചെയ്യുന്ന, നാണം കെടുത്തുന്ന അങ്ങനെയുള്ള കുറേ ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ആ ആൾക്കാരിൽ നിന്നും ഡിറ്റാച്ച് ആവാൻ ശ്രമിക്കുക. അവരെത്ര എന്ത് ചെയ്താലും വീണ്ടും അവരുടെ പുറകെ പോയി വീണ്ടും വിഷമിച്ച് കരഞ്ഞിരിക്കേണ്ട ഒരാവശ്യമില്ല. ഓക്കെ, നമ്മൾ ഇത്രയൊക്കെ തകർന്ന് പോയില്ലേ, ഇനിയും നമ്മളെ തകരാൻ നമ്മൾ അനുവദിച്ചുകൂടാ. ഓക്കെ, നമ്മൾ എങ്ങനെയായാലും നമുക്ക് റിക്കവർ ആക്കി എടുത്തേ പറ്റുള്ളൂ. ആ ഒരു രീതിയിൽ മൈൻഡിനെ വെച്ചിട്ട് ട്രൈ ചെയ്ത് തുടങ്ങുക. നമ്മുടെ ലൈഫ് മാറ്റാനായിട്ട് നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ അന്ന് കരഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരു ചേഞ്ചും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്കൊരു ചേഞ്ച് വേണം. അത് ഞാൻ കൂടുതലും എനിക്ക് അങ്ങനെ ഒരു ഫീൽ വരാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ കിട്ടി. പിന്നെ എനിക്കാണെങ്കിലും കുഞ്ഞിനൊക്കെയാണല്ലോ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്ന് അതൊക്കെ ഫേസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് എനിക്ക് ആ ഒരു
രക്തം തിളയ്ക്കാന്നൊക്കെ പറയില്ല, ആ ഒരു ഫീൽ എനിക്ക് വന്നത്. കാരണം എനിക്ക് അത്രയും എൻ്റെ മൈൻഡ് അത്രയും എനിക്കറിയില്ല എന്താ പറയുന്നത്. കാരണം ഞാൻ എൻ്റെ പ്രഗ്നൻസിയിൽ അനുഭവിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓരോരുത്തരും നമ്മളോട് ഹേർട്ട് ചെയ്ത ഓരോ കാര്യങ്ങൾ നമ്മളെ ഏതൊക്കെ രീതിയിൽ ബാധിച്ചു എന്നുള്ളത്, നമ്മളേതല്ല എന്നെ ഏതൊക്കെ രീതിയിൽ ബാധിച്ചു എന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ അത് ചെയ്തവർക്കൊന്നും അങ്ങനെ നമ്മളെ വിഷമിപ്പിച്ചവർക്കൊന്നും അതിലൊരു കുറ്റബോധം ഇല്ലാതെ വീണ്ടും നമ്മളെ വിഷമിപ്പിക്കാൻ അവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അവരിൽ നിന്നും ഡിറ്റാച്ച് ആയേ പറ്റുള്ളൂ, അല്ലേ? നമ്മളെപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരുന്ന് നമ്മുടെ ഹെൽത്തും കളഞ്ഞ്, നമ്മുടെ ആരോഗ്യം കളഞ്ഞ്, നമ്മുടെ ഹെൽത്തും നമ്മുടെ മെൻ്റൽ ഹെൽത്തും എല്ലാം കളഞ്ഞ് നമുക്കൊരിക്കലും അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മാറി തുടങ്ങുക എന്നുള്ളത് അതാണ് ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ. എനിക്ക് മെയിലൊക്കെ വരാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ വീഡിയോയുടെ കമൻറ്റിൽ ഒന്നും റിപ്ലൈ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. മിനിഞ്ഞാത്തയാന്ന് തോന്നുന്നു ഒരു വീഡിയോയിൽ ഇങ്ങനെ വന്നു, ഏറ്റവും അടുത്ത് നിൽക്കുക സ്നേഹിക്കുന്ന ആളുകളാണ് എന്നെ വേദനിപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. മക്കളുടെ കാര്യം, ഹസ്ബൻഡിൻ്റെ കാര്യം, ഭാര്യയുടെ കാര്യം, പേരൻസിൻ്റെ കാര്യം ഒക്കെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒത്തിരി അറ്റാച്ച്മെൻറ്റ് ഒത്തിരി ഒട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും പല വേദനകളും ഉണ്ടാകുന്നത്. ഒന്നെങ്കിൽ ആ ആൾക്കാർ മനസ്സിലാക്കണം നമ്മളിവരെ ഇങ്ങനെ ഹേർട്ട് ചെയ്യുന്നത് മോശമാണ്. എല്ലാവർക്കും ഒരു പ്രൈവസി ഉണ്ട്, വ്യക്തിത്വം ഉണ്ട്, നമ്മളതിനെ ബഹുമാനിക്കണം എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം, അല്ലേ? അച്ഛനും അമ്മയും മക്കളെ ബഹുമാനിക്കണം. അത് കണ്ടിട്ടാണ് മക്കൾ തിരിച്ച് നമ്മളെ ബഹുമാനിക്കുന്നത്. ആ ഒരു തിരിച്ചറിവ് പേരൻസിനുണ്ടെങ്കിലേ ആ ഒരു ബന്ധം നല്ല രീതിയിൽ പോവുള്ളൂ. അതുപോലെ തന്നെയാണ് എല്ലാ ബന്ധങ്ങളിലും. ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലും വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അല്ലാതെ കംപ്ലീറ്റ്ലി ഒരു വഴക്കും പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു മാരേജ് ലൈഫും ഉണ്ടാവില്ല. പക്ഷേ അത് പാച്ചപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിലാണ് കാര്യം. പിന്നെ റെസ്പെക്റ്റ് അവിടെ ഉണ്ടാവണം, മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റെസ്പെക്റ്റ് ഉണ്ടാവണം. അല്ലാതെ ഒരിക്കലും ബാഡ് വേർഡ്സ് യൂസ് ചെയ്യാതിരിക്കാനായിട്ട് നോക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ വഴക്കുകളൊക്കെ ഉണ്ടാവും, പക്ഷേ അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിൽ എപ്പോഴും പോകാതിരിക്കുക, ഒരാൾക്ക് മടുക്കുന്നത് അവസ്ഥയിൽ കൊണ്ടെത്തിക്കാതിരിക്കുക. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഉപരി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം സ്വയം സ്ട്രെങ്തൻ ആവുക എന്നുള്ളത് ഏറ്റവും വലിയ അത്യാവശ്യ കാര്യമാണ്. അപ്പം അങ്ങനെ ഒരുപാട് ബലം മനസ്സിന് തരാനും നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യാനായിട്ടൊക്കെ ഒരു ബലം തരുന്ന ഒരു മാജിക് വേർഡാണിത്. വോൾഫ് മാജിക് ബിഗിൻ ലവ് എന്നാണ്. അപ്പോൾ അത് ഞാൻ ഇതും കൂടി കാണിക്കാം. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു സ്വിച്ച് വേർഡ് ചൊല്ലാവുന്നതാണ് കേട്ടോ. കംപ്ലീറ്റ്ലി ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. നിങ്ങൾക്ക് വോൾഫ് വന്നിട്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഫീൽ വരും. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പോസ്ചർ എപ്പോഴും ഈ ഒരു സ്ട്രെയിറ്റ് പൊസിഷനിലായിരിക്കണം. നമ്മുടെ നട്ടെല്ലും കാര്യങ്ങളൊക്കെ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള പൊസിഷനിലായിരിക്കണം. അത് ഈ ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് കണ്ണടച്ച് ധ്യാനിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സ്വിച്ച് വേർഡ് ചൊല്ലാവുന്നതാണ് കേട്ടോ. രാത്രിയാണെന്നുണ്ടെങ്കിലും രാവിലെ ആണെന്നുണ്ടെങ്കിലും ഏതൊരു വിഷമത്തിൽ നിന്നും നമ്മളെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ ഒരു മാജിക് വേർഡിനുണ്ട്. ഭയങ്കരമായിട്ടുള്ള ഞാനത് വലിയ ഇൻസിഡൻസ്, ഞാൻ ഈ ഒരു സ്വിച്ച് വേർഡ് ചൊല്ലിക്കൊണ്ടിരുന്ന വലിയ ഓരോ ഇൻസിഡൻസ് വരെ ഞാനിപ്പം ഇത് പറയുമ്പോൾ എൻ്റെ മൈൻഡിലൂടെ ഇങ്ങനെ പോകും. ഞാനപ്പോൾ അത് ക്യാൻസൽ എന്ന് പറയും. അപ്പോൾ അത്രയും മോശം സിറ്റുവേഷനിലൂടെയൊക്കെ പോയ സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു സ്വിച്ച് വേർഡാണിത്. നമുക്ക് ഉറപ്പായിട്ടും റിസൾട്ട് തരും, 100% ഉറപ്പാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. നമ്മൾ ഏതൊക്കെ മാനസികാവസ്ഥയിലൂടെ പോയാലും നമ്മളുടെ വിഷമങ്ങൾ പറയുന്ന ആളെക്കുറിച്ച് നമുക്കൊരു ബോധം വേണം. അതായത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അയാൾ ആ രീതിയിൽ എടുക്കുന്നുണ്ടെന്നും, അല്ലാതെ പിന്നീട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം നമ്മൾ പറഞ്ഞ വിഷമങ്ങളെടുത്ത് തിരിച്ചടിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയരുത്. നമ്മുടെ കൂടെ നിൽക്കും ഈ സിറ്റുവേഷനിൽ എന്ന് നമുക്ക് ഉറപ്പുള്ള ആളോടായിരിക്കണം കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അല്ലാതെ നമ്മളോടൊരു സ്നേഹവും ഇല്ലാത്ത, അല്ലെങ്കിൽ ഉള്ളിൽ നമ്മളോട് കുശുമ്പോ അസൂയ അങ്ങനെയുള്ള ആൾക്കാരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും ഓരോ ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പം ഒരുപാട് ശ്രദ്ധിക്കണം. ഏത് ബന്ധങ്ങളായിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് എന്തും ആയിക്കോട്ടെ, തുറന്ന് പറച്ചിൽ ഉണ്ടാകുമ്പോൾ അത് ശ്രദ്ധിക്കുക വളരെയധികം. പിന്നെ നമ്മൾ ഒരുവിധം നല്ല രീതിയിൽ സ്ട്രെങ്തൻ ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരാളുടെ ആവശ്യം വരില്ല നമ്മുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യാനായിട്ട്. നമുക്ക് തന്നെ അതിനെ നല്ല രീതിയിൽ സോർട്ട് ഔട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബലം നമുക്കുണ്ടാവും. നമ്മൾ മെൻ്റലി സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ, ഇമോഷണലി സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ സക്സസ് ആണ്. അവിടെ തൊട്ട് നമ്മുടെ സക്സസ് തുടങ്ങുകയാണ്, നമ്മുടെ ലൈഫ് അവിടെ തൊട്ട് മാറി തുടങ്ങുക. നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം, നമ്മുടെ ലൈഫിന് എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വരുത്താനായിട്ട് നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ലോകം എങ്ങനെയും പോട്ടെ, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെങ്ങനെയും പോട്ടെ, പക്ഷേ നമ്മുടെ ലൈഫിൽ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അതെങ്ങനെയാണ് നടക്കുന്നത്? കാരണം നമ്മുടെ ചുറ്റും ഇങ്ങനെയല്ലേ, എൻ്റെ കൂടെയുള്ള ആൾ ഇങ്ങനെയല്ലേ, അവരിങ്ങനെയല്ലേ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. അവരൊക്കെ ഇങ്ങനെ ഇരുന്നോട്ടെ, ഞാൻ വിചാരിച്ചാൽ എൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അത്
100% ഉറപ്പുള്ളൊരു കാര്യമാണ്, അതിൽ വിശ്വസിക്കുക. ഓക്കെ, എന്നിട്ട് എൻ്റെ ലൈഫിൽ ചേഞ്ച് വന്നേ പറ്റുള്ളൂ. എനിക്ക് എന്നാലേ നല്ല രീതിയിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ ലൈഫ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതെ അവർ വരയ്ക്കുന്ന ഒരു പ്ലാനിൽ അല്ലെങ്കിൽ ഡിസൈനിൽ കൊണ്ടുപോകേണ്ടതല്ല. ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ ഓരോന്നാണ് അല്ലേ. ഇപ്പോൾ ഓരോരുത്തർക്കും അവരുടെ ഫുഡിനോടുള്ള ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് അവരുടെ ആ ഒരു ഫുഡിൽ തന്നെ അല്ലെങ്കിൽ വസ്ത്രം തിരഞ്ഞെടുക്കുന്നതിൽ തന്നെ ഓരോരുത്തർക്കും ഇഷ്ടം ഓരോ കളറ് ഓരോ രീതിയൊക്കെ അല്ലേ. അപ്പോൾ അതിലേ അങ്ങനെ ചോയ്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തം ലൈഫിൽ എന്തോരം കാര്യങ്ങളിൽ കൺസെപ്റ്റുകൾ ഉണ്ടായിരിക്കും ഓരോ വ്യക്തിക്കും അല്ലേ. അപ്പം അതൊന്നും മനസ്സിലാക്കുക. അതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ പാഷൻസൊക്കെ എന്താണെന്ന് പോലും അറിയാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരാളോട് പോയി ചോദിക്കരുത്. ഇപ്പോൾ ഒരു കൗൺസിലിങ്ങിന് പോവുകയാണെന്നുണ്ടെങ്കിലും എനിക്കറിയത്തില്ല ഞാൻ എന്നാ ചെയ്യേണ്ടതെന്നുള്ളത് എന്നൊരാളോട് പോയി ചോദിക്കരുത്. കാരണം മറ്റൊരാൾ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കത്തില്ല നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ പാഷൻ എന്നുള്ളത്. നിങ്ങളുടെ രീതി വ്യത്യസ്തമായിരിക്കും. ആൻഡ് അത് ഭയങ്കര സക്സസ്ഫുള്ളാവും. നമ്മൾ ഒരു കാര്യം ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പം വേറൊരാൾക്ക് ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ട്, ഒരാൾക്ക് ഫുഡിലാണ് അല്ലെങ്കിൽ ഫുഡ് ബിസിനസ്സാണ് താല്പര്യം. പക്ഷേ അയാൾ ചെയ്യുന്ന അതേ കാര്യം തന്നെ നിങ്ങളും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവരത് ചെയ്തു വിജയിച്ചു, അതുകൊണ്ട് ഞാനും ചെയ്യാം അങ്ങനെ വിചാരിക്കരുത്. അയാളുടെ ടേസ്റ്റ് അതിലാണ്, അതുകൊണ്ട് അയാൾ അതിൽ 100% എഫേർട്ട് കൊടുത്തു, അയാളത് ചെയ്തപ്പോൾ അയാൾക്ക് അതിൻ്റെ ഐഡിയാസൊക്കെ നന്നായിട്ട് അറിയാം. ഫുൾ റിസർച്ച് ചെയ്ത് നമുക്കൊരു കാര്യം ഭയങ്കരമായിട്ട് അതിനോട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഫുള്ളൊന്ന് അറിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് അങ്ങനെയായിരിക്കും അതിലേക്ക് ഇറങ്ങുക അല്ലേ. ഒരുപാട് ഒരു പ്രത്യേക പ്രൊഫഷനോട് ഇഷ്ടമുള്ള ആൾക്കാർ അങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ അയാൾ ചെയ്യുന്ന ഒരു കാര്യം സക്സസ് ആയി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതുപോലെ തന്നെ ചെയ്യാൻ തുടങ്ങിയാൽ എന്താവും? അങ്ങനെയല്ല. നമുക്ക് എന്തിലാണോ പാഷൻ, നമ്മുടെ ഇഷ്ടം എന്താണോ, നമ്മുടെ കഴിവെന്താണോ അത് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക. അങ്ങനെ ആ ഒരു ക്ലാരിറ്റി, എൻ്റെ ഇഷ്ടം എന്താണ് അല്ലെങ്കിൽ എൻ്റെ കഴിവെന്താണ് എന്നുള്ളത്, എൻ്റെ പാഷൻ എന്താണെന്നുള്ളത് നമ്മുടെ കണ്ടുപിടിക്കുന്ന നമ്മുടെ സോൾ പർപ്പസ് ഉണ്ട്, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ആൻഡ് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സ്വിച്ച് വേർഡ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ എഴുതി കാണിക്കും. നിങ്ങളിത് ഡെയിലി ചാൻറ്റ് ചെയ്തോളുക. നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് വരും ലൈഫിൽ. നിങ്ങൾ ഒരുപാട് സ്ട്രെങ്തൻ ആവാനായിട്ട് പറ്റും. ഒരുപാട് നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാവും. എനിക്ക് ഇത് പറയുമ്പോൾ എനിക്ക് അത്രയും എൻ്റെ മനസ്സിങ്ങനെ വിങ്ങും. കാരണം എൻ്റെ അത്രയും ബൂസ്റ്റ് സിറ്റുവേഷനിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്വിച്ച് വേർഡാണിത്. ഒരുപാട് ഹെൽപ്പ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട്, എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ലൈഫ് അത്രയും, ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴും കിടന്നുറങ്ങുമ്പോഴും ഭയങ്കര എന്ന് വെച്ചാൽ അതികഠിനമായിട്ടുള്ള മനോവിഷമത്തിൽ ഉണർന്നെഴുന്നേറ്റ സമയങ്ങളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പം അതൊക്കെ മാറി ഇപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ലൈഫ് എനിക്ക് അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ട് തന്നു. അപ്പോൾ ആ ഒരു ചേഞ്ച് കൊണ്ട് തന്ന പ്രപഞ്ചശക്തിയോട് ഞാൻ നന്ദി പറയും, എൻ്റെ ഹസ്ബൻഡിനോട് നന്ദി പറയും, മക്കളോട്, എല്ലാവരോടും. എനിക്ക് ആ ഒരു ചേഞ്ച് കൊണ്ടുവരാമെന്ന് വെച്ചാൽ ആ ഒരു അങ്ങനെയൊക്കെ ഒരു മാറ്റം വന്നപ്പോൾ ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ച് വന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എനിക്ക് പറ്റുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ദയവ് ചെയ്ത് ഒന്നും വിട്ട് കളയരുത്. ജസ്റ്റ് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ചിലപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, വേണ്ട, ചുമ്മാ എങ്കിലും ഒന്ന് ട്രൈ ചെയ്യുക. പതുക്കെ നിങ്ങൾ ഈ ഒരു പാത്തിലേക്കാവും, ഉറപ്പായിട്ടും ആവും. ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് വിശ്വസിക്കുക. പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുക. മെഡിറ്റേഷൻ കണ്ടിന്യൂസ്ലി ചെയ്യുക, അഫർമേഷൻസ് എഴുതുക. ഇന്നത്തെ മെയിനായിട്ടുള്ള കാര്യം ഈ ഒരു മാജിക് വേർഡാണ് കേട്ടോ. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.